ബസ് കാണുന്നില്ലല്ലോ. നേരവും ഇരുട്ടുന്നു. ഒന്ന് ബസ് വന്നാ മതിയായിരുന്നു. പരിചയമില്ലാത്ത സ്ഥലവുമാണ്. സ്ത്രീകൾ ആരെയും കാണുന്നില്ല. ബസ് ലേറ്റായാൽ പെട്ടുപോകുമല്ലോ. രാത്രിയാകുന്നു. എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് മാത്രം വരുന്നില്ല. മറ്റു റൂട്ടിലേക്ക് ഒരുപാട് ബസ്സുകൾ പോകുന്നു. അടുത്തൊന്നും കടകളോ വീടുകളോ ഒന്നും കാണുന്നില്ല. ഒന്ന് ബസ് വന്നാൽ മതിയായിരുന്നു. ബാക്കിലിരിക്കുന്നവരത്ര നല്ലവരാണെന്ന് തോന്നുന്നില്ല. ഓ ഭാഗ്യം, ഒരാളൂടെ വന്നല്ലോ. ചെറിയൊരാശ്വാസമായി. അവനുള്ള ബസ് വന്നു. ഒരാശ്വാസമായിരുന്നു അവനവിടെ ഇരുന്നത്. ഒരു പെൺകുട്ടിയെ രാത്രി തനിച്ചാക്കി പോകുന്നത് ശരിയല്ല. എൻ്റെ അനുജത്തിയാണ് ഇതേപോലെ രാത്രി ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഞാൻ പോകുമോ? ഇല്ല, അവൾ പോയിട്ട് പോകാം. ഓ ഭാഗ്യം, അവൻ പോയില്ല. എന്തുകൊണ്ടായിരിക്കും അവൻ പോകാത്തത്? ഇനി ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടായിരിക്കുമോ? അവർ 3 പേരും പോയി. ഇത്രയും സമയം അവരവിടെ ഇരുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടെയായിരുന്നു. ബസ് നോക്കിയിരുന്നവരല്ല. ഭാഗ്യം, ബസ് വന്നു. അവനും വരുന്നുണ്ട്. അവനും എൻ്റെ റൂട്ടാണോ? അതോ എനിക്ക് വേണ്ടി അവിടെ ഇരുന്നതായിരിക്കുമോ? എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം. എവിടെ ഇറങ്ങുന്നത്? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. അടുത്ത സ്റ്റോപ്പിലേക്കുള്ള ബസ് നേരത്തെ ഒരുപാട് പോയല്ലോ. എന്താ അതിൽ പോകാത്തത്? എൻ്റെ വീട്ടിലുണ്ട് ഒരു അമ്മയും അനുജത്തിയും. രാത്രി തന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ തോന്നിയില്ല. ഒരു സ്ത്രീയുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ സഹായിക്കാൻ കാണിച്ച തന്റെ വലിയ മനസ്സിന് നന്ദി. അതൊന്നും വലിയ കാര്യമാണ്. ഞാൻ സന്തോഷത്തോടെ ചെയ്തതാണ്. അത് വലിയ കാര്യമാണ് എനിക്ക്. ഞാനൊരു സെൽഫി എടുത്തോട്ടെ? പിന്നെന്താ, എടുക്കാം. ഇവനെയാണ് ലോകം അറിയേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരാളോട് സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചത്. എൻ്റെ ലൈഫിൽ ഞാൻ കണ്ട ഹീറോ ഇവനാണ്. ഇവനെ ഹീറോ ആക്കിയ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് അവരുമായുള്ള എൻ്റെ അനുഭവം പങ്കുവയ്ക്കാം. ഇതൊക്കെയാണ് ഷെയർ ചെയ്യേണ്ടത്. ഇവനെയാണ് ലോകം അറിയേണ്ടത്. എല്ലാവരും ഷെയർ ചെയ്യുക. The night air is so peaceful. മോനെ, ഇന്ന് നിന്റെ അനുജത്തിയെ ഒരു വലിയൊരു അപകടത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുത്തി. അവൾ ബസിന്റെ ഡോറിന്റെ അടുത്തു നിന്നും പുറത്തോട്ട് വീഴാൻ പോയപ്പോൾ ഏതോ ഒരാൾ വേഗത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഇതെപ്പോഴായിരുന്നു സംഭവം? രാത്രി ഒരു 7 മണിയാക്കും. ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന സമയവും 7 മണിക്കാണ്. ഞാൻ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം ദൈവം എൻ്റെ അനുജത്തിയെ അയാളുടെ കൈകളിലൂടെ സംരക്ഷിച്ചത്. നീ അറിഞ്ഞില്ലേ ഒന്നു? ഇല്ല, എന്താ? നീ ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ രാത്രി സംരക്ഷിച്ചതിന് സോഷ്യൽ മീഡിയ മുഴുവൻ നിന്നെ കൈയടിക്കുകയാണ്. ഇന്നലെ ആ പെൺകുട്ടി അവളുടെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഞങ്ങൾ വന്നത് നിങ്ങളെ അഭിനന്ദിക്കാനാണ്. ഇന്നലെ നിങ്ങൾ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നലെ ഞങ്ങൾ അവിടുന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. അവരെ ചോദ്യം ചെയ്തപ്പോൾ
അവർ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നവരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവർ ബസ് സ്റ്റോപ്പിൽ ഇരുന്നതും അതിനുവേണ്ടിയായിരുന്നു. താങ്കൾ അവിടെ നിന്നതുകൊണ്ട് അവർ ആ ശ്രമം ഉപേക്ഷിച്ചതാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. ബസ് ഒന്ന് പോകാമോ? അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി തനിച്ചാകും. നമ്മൾ പോകുന്നത് ശരിയല്ല. എൻ്റെ കോളേജിലെ ആ സ്റ്റുഡൻറ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ? അന്ന് അവൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അവൾ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതെ, ഞാൻ ഓർക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്.